എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണം നിയമപരമെന്ന കർണാടക ഹൈക്കോടതിയുടെ വിധി മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും വലിയ തിരിച്ചടിയാണ് നൽകിയത്. അന്വേഷണം തടയാൻ വീണ ഉന്നയിച്ച വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കുന്ന കർണാടക ഹൈക്കോടതി വിധിയുടെ പൂർണ്ണരൂപം പുറത്തുവന്നിരുന്നു. 2021 ജനുവരിയിൽ ഇഡി നിർദ്ദേശപ്രകാരം CMRL എക്സാലോജി കരാർ പരിശോധിച്ചു. CMRL എക്സാലോജി ഇടപാടിൽ 8 ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന ROC അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും വിധിപകർപ്പിന്റെ ഭാഗമാണ്. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ഹർജി തള്ളിക്കൊണ്ട് കർണാടക ഹൈക്കോടതിയുടെ 46 പേജുള്ള വിശദമായ വിധിപകർപ്പാണ് പുറത്തുവന്നത്. SFIO അന്വേഷണം പൂർണ്ണമായും നിയമപരമെന്നും അന്വേഷണം റദ്ദാക്കാനോ തടയാനോ കഴിയില്ലെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. അന്വേഷണം റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി വീണ ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കില്ല. അന്വേഷണം ഏത് ഘട്ടത്തിലാണ് SFIOക്ക് കൈമാറേണ്ടത് എന്നത് കൃത്യമായി നിയമം അനുശാസിക്കുന്നുണ്ടെന്നും വിധിയിലുണ്ട്. ഇത് ശൂന്യതയിൽ നിന്നുള്ള അന്വേഷണമല്ല. 2020 ജൂലൈയിൽ തന്നെ ROC അന്വേഷണം ആരംഭിച്ചിരുന്നു. 2021 ജനുവരിയിൽ ED നിർദ്ദേശപ്രകാരം CMRL എക്സാലോജിക് കരാർ പരിശോധിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ 8 ക്രമക്കേടുകൾ കണ്ടെത്തിയ ROC റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും വിധിപകർപ്പിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. CMRLും എക്സാലോജിക്കും നൽകിയ പല വിവരങ്ങളും അപൂർണവും സംശയാസ്പദവുമാണെന്ന ROC റിപ്പോർട്ടുകളുടെ ഉള്ളടക്കവും വിധിയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കർണാടക.